ഇൻഫോടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് CNC മെഷീനെ കുറിച്ചാണ്. CNC മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേസർ കട്ടിങ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മെറ്റൽ, അതേപോലെയുള്ള ഫോറക്സ് ഷീറ്റുകൾ, അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വുഡൻ പീസുകൾ എല്ലാം ഡിസൈൻ ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ CNC കട്ടിംഗ് മെഷീനാണ്. ഈ കട്ടിംഗ് മെഷീനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ച് ഇത് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏത് രീതിയിലും നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ലെറ്ററോ അതുപോലെ ഡിസൈനുകളാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് കട്ട് ചെയ്ത് വരും. നമ്മൾ സിസ്റ്റത്തിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള രീതിയാണിത്. ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതിനനുസരിച്ചാണ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ചാണ് മെഷീൻ നമുക്ക് കട്ടിങ് നടത്തി തരാം. നമ്മളതിൽ സിസ്റ്റത്തോടനുബന്ധിച്ചുള്ളൊരു കമ്പ്യൂട്ടറാണ് അതിലുള്ളത്. ആ ഡിസ്പ്ലേയിലാണ് നമ്മൾ പ്രോഗ്രാം സെൻഡ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വിവരങ്ങളനുസരിച്ചാണ് നമുക്ക് ഈ കട്ടിങ് ചെയ്ത് തരാം. ഇതിപ്പോൾ ലേസർ കട്ടിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 4x ആണ് ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീൻ്റെ ഇതിൽ നമുക്ക് ഒരു മെറ്റൽ പീസാണ് നമുക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് അതിൻ്റെ ഗ്യാസ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇത്രയും സൈസിലുള്ള ഐറ്റംസ് നമുക്കിതിൽ കട്ട് ചെയ്യാൻ കഴിയും. ഇത് മൂവബിൾ ആയിട്ടുള്ള ഇതിന് വേണ്ടിയാണ് അതിലൊരു റോളിംഗ് കൊടുത്തിട്ടുണ്ട്. ആ മൂവിങ്ങിനനുസരിച്ച് നമുക്ക് ഇതിൽ മൂവ് ആവുന്ന രീതിയിലുള്ള ഒരു ടൂളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് സ്പോട്ട് കാണും. ആ സ്പോട്ടാണ് നമുക്കിതിൽ കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ CNC പ്രോഗ്രാം ഉപയോഗിച്ചാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇതിലേക്കുള്ള ഡിസൈനുകളെല്ലാം കൊടുത്ത് നമ്മൾ ഏത് ഡിസൈനാണോ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ആ ഡിസൈന് നമ്മുടെ മെഷീൻ അതിൽ കട്ട് ചെയ്ത് തരും. അങ്ങനെയാണ് ആ മെഷീനിൽ നമുക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള വുഡൻ പീസുകളിൽ നമുക്ക് ലോഗോകൾ, അതേപോലെയുള്ള ഡിസൈനുകൾ, നമ്മുടെ ഡോറുകൾക്കുള്ള ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അത് നമ്മൾ എങ്ങനെയാണോ ഉദ്ദേശിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ കട്ട് ചെയ്ത് തരും. അതേപോലെ നമ്മൾ ലെറ്ററുകളാണെങ്കിലും ഇതിൽ നമുക്ക് ലെറ്ററുകൾ കട്ട് ചെയ്യാം. ഇപ്പോൾ ലെറ്റർ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്, ഫോറക്സ് ലെറ്റർ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ലെറ്ററുകൾ കട്ട് ചെയ്യാനും എല്ലാം ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു മെഷീനിനെ പരിചയപ്പെടുത്തിയത് നമ്മുടെ സാധാരണ കടകൾക്കൊക്കെ കാണുന്ന ലെറ്ററുകളും അതേപോലുള്ള മെറ്റലിൻ്റെ ഡിസൈനുകളും എല്ലാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം ഇൻഫോടെക് മീഡിയ.